തലേ ദിവസമേ വെള്ളത്തിൽ കുത്തി വെച്ച കടല 200 ഗ്രാം. അതിനകത്തേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, 4 പച്ചമുളക്, ഒരു 2 തുണ്ട് കരിയാപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 1/4 കപ്പ് തേങ്ങ കൊത്തിയിട്ട്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ചിലർക്ക് ഇഷ്ടമില്ലായിരിക്കും. ഉപ്പ് പാകത്തിന്. ഇത് കഴിഞ്ഞ് കുക്കർ അടച്ചു വയ്ക്കുക. സ്റ്റൗ ഓൺ ചെയ്യുക. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. 5 വിസിൽ കേൾക്കുന്നത് വരെ കുക്കിംഗ് തുടരുക. അടുത്തതായി കടലക്കറിയിൽ ചേർക്കാനുള്ള കൂട്ട് തയ്യാറാക്കുകയാണ്. അതിന് 2 ടേബിൾ സ്പൂൺ തേങ്ങ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം ഒരു 1/4 സ്പൂൺ, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു ഏലക്ക, 3-4 കുരുമുളക്. ഇത്രയും വറുത്ത് പൊടിച്ചെടുക്കണം. അതിന് ആദ്യമേ തന്നെ പാൻ വെച്ച് തേങ്ങ ബ്രൗൺ കളർ ആകുന്നത് വരെ വറക്കുക. അതിനുശേഷം ഇത് ഓരോന്നോരോന്നായി ഇട്ട് വറുത്തെടുത്ത് മിക്സിയിലിട്ട് പൊടിച്ച് അല്പം വെള്ളം ഒഴിച്ച് കുഴച്ച് ഇതിലെ കടലക്കറിയിലേക്ക് ചേർക്കണം. പാൻ ചൂടായി കഴിയുമ്പോൾ ആദ്യമേ ഈ തേങ്ങ വറക്കാനുള്ളത് ഇടുക. അത് ഒരു ബ്രൗൺ കളറായി കഴിയുന്നതിനെ ബാക്കി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറുവാപ്പട്ട, പെരുംജീരകം ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വറുത്തെടുക്കുക. തേങ്ങ ബ്രൗൺ കളറായി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറുവാപ്പട്ട, കുരുമുളക്, പെരുംജീരകം ഇതെല്ലാം കൂടി പാനിലിട്ട് ഒന്ന് ചെറുതായി ചൂടാകുന്നത് വരെ ഇളക്കുക. അതിനുശേഷം അത് പൊടിക്കുക. വറുത്ത് പൊടിച്ചു വെച്ച കൂട്ടിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് തയ്യാറാക്കി വെക്കുക. കടല നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച് വെച്ച കൂട്ട് ഒഴിച്ച് ഇളക്കുന്നു. ഒരു 5 മിനിറ്റ് അത് ഇതിനകത്ത് കിടന്ന് വേകട്ടെ. കടല പാകമായി. ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിച്ചാൽ മതി. കടുക് പൊട്ടിക്കാനുള്ള പാൻ ചൂടായി കഴിയുന്നതിന് 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ഇടുക. അതിലിപ്പോൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക. 2 ചെറിയുള്ളിയാണ് ചെറുതായി അരിഞ്ഞിട്ടിരിക്കുന്നത്. ഒരു സ്പൂൺ കറിവേപ്പില, ഒരു 1/4 സ്പൂൺ കടുക്. ഇത്രയുമാണ് ചീനിച്ചട്ടിയിൽ മൂപ്പിച്ച് ഈ പാനിലേക്ക് ഒഴിക്കണം. കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിനോടൊപ്പമോ അപ്പത്തിനോടൊപ്പമോ ചപ്പാത്തിയോടൊപ്പമോ ഒക്കെ നന്നായി കഴിക്കാവുന്നതാണ്. നല്ല പോഷകസമൃദ്ധമായ ഒരു മെനുവാണിത്.